JEE 2026 ആണോ നിങ്ങളുടെ ലക്ഷ്യം? ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IITs, NITs, IIITs, ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്ട്രീമിൽ ഒരു അഡ്മിഷൻസ് നേടിയെടുക്കുക എന്ന് പറയുന്നതാണോ നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കുട്ടികൾ ഇപ്പോൾ +1 കഴിഞ്ഞ് +2 പോവാണ്. നമ്മുടെ മുമ്പിൽ ഒരേ ഒരു വർഷമാണുള്ളത്. JEE മെയിൻസ് 2 സെഷൻ എക്സാമുകളായിട്ട് നമുക്ക് ജനുവരിയിലും അതേപോലെ തന്നെ ഏപ്രിലും നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ജനുവരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ മോഡൽ എക്സാംസ് ഒക്കെ ആവുകയും നിങ്ങളുടെ സ്കൂളിലൊന്നും ചിലപ്പോൾ പോർഷൻസ് പോലും തീർന്നിട്ടുണ്ടാവില്ല. ഒരു റഷ് ആയിട്ടുള്ള സമയം തന്നെയാണ്. ആൻഡ് രണ്ടാമത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു 15 ഡേയ്സ് കഴിയുമ്പോഴേക്കും എന്ത് വരും? നമ്മുടെ സെഷൻ 2 JEE മെയിൻസ് എക്സാം വരും. സോ നമ്മളുടെ +2ൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ബോർഡ്സ് കഴിഞ്ഞതിന് ശേഷം പഠിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും JEE മെയിൻസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വർഷം നമ്മൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നിങ്ങൾക്ക് JEE മെയിൻസ് ക്ലിയർ ചെയ്യാനും JEE അഡ്വാൻസ്ഡിന് പ്രിപ്പയർ ചെയ്യാനും പറ്റുള്ളൂ. അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എക്സാമിനറിന് നീറ്റിനാണെങ്കിലും അതുപോലെ തന്നെ JEEക്കാണെങ്കിലും ബോർഡ് എക്സാമിന് മാത്രമാണെങ്കിലും ബാച്ചസ് ഉണ്ട്. അപ്പോൾ JEE നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്, ഏറ്റവും നല്ല ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഇപ്പോൾ തുടങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് JEE വീര ബാച്ചാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ്, വാട്ട്സ് ഇൻ JEE വീര ബാച്ച്, അല്ലെങ്കിൽ എന്താണ് എക്സാമിനറിൻ്റെ വീര ബാച്ചിൻ്റെ ഉള്ളിലുള്ളതെന്ന്. അത് കറക്റ്റായിട്ട് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ JEE വീര ബാച്ച് ഉണ്ട്. 2026 JEE മെയിൻസിന് ഒരു നല്ല റാങ്ക്, JEE അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രീം കോളേജിൽ ഒരു അഡ്മിഷൻ നിങ്ങൾ മനസ്സിലാക്കാം. NITയിലൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ JEE മെയിൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ക്വാളിഫൈ ചെയ്യേണ്ടത്. അതുപോലെ IITസിലേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ JEE അഡ്വാൻസ്ഡിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വർഷം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വർഷത്തെ അറ്റംപ്റ്റ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ എനിക്കതിന് കിട്ടുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് +2ൻ്റെ കൂടെ തന്നെ. സോ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ JEE ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബോർഡ് എക്സാംസ് സെറ്റ് ആക്കണം. ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ബോർഡ് എക്സാം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിൻ്റെ തന്നെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് പല കുട്ടികൾക്കും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, പിന്നീട് നമുക്ക് റെഫർ ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് PDF രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് അടങ്ങിയ PDF ഓരോ ചാപ്റ്ററിനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഈ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്ര മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും, ക്വസ്റ്റ്യൻസ് ചെയ്താൽ കിട്ടുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നമ്മൾ നടത്തുന്നത്. ഓരോ മോഡൽ എക്സാംസും നിങ്ങളുടെ, അതായത് ക്രിസ്മസ് എക്സാമും ഓണം എക്സാമും ഫൈനൽ എക്സാമും മോഡൽ എക്സാമും എല്ലാം വരുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് എക്സാമിനർ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ലെങ്ത് മോഡൽ എക്സാംസ് നടത്തും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സഹിതം വിത്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതോടെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളും കൂടെ ഒന്ന് നല്ല എഫേർട്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനെ പറ്റി പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാച്ചിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി JEEയിലേക്ക് വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോർഡ്സ് സെറ്റ് ചെയ്യുക, സ്ട്രോങ് ആക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ വേദപുസ്തകമാണ് NCERT. സോ ആ NCERT സെറ്റാക്കുക, ബോർഡ്സ് സെറ്റാക്കുക എന്നുള്ളത് ബോർഡ്സിലൂടെ പഠിച്ചു. ഇനി നമുക്ക് JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം. സോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ് ഈ വർഷം വീര ബാച്ചിലൂടെ നൽകാൻ വേണ്ടി പോകുന്നത്. JEE ഫുൾ ലൈവ് ക്ലാസ്, അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, വർക്ക്ഷീറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. JEE ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ആൻസേഴ്സ് ആയിരിക്കും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ. JEE എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സാംസ് എത്ര സമയം കൊണ്ട് അല്ലേ, നമുക്ക് എത്രത്തോളം സ്പീഡ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് എക്സാംസ് എഴുതിയേ പറ്റുള്ളൂ. സോ ഓരോ ഇൻ്റർവെൽ ഓഫ് ടൈമിലും നിങ്ങൾക്ക് എന്ത് നടത്തുന്നുണ്ടാവും? നമ്മുടെ എക്സാംസ്, അതായത് JEE ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാംസ് നടത്തും. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു വർഷം നല്ലപോലെ
അല്ലെ നല്ല ഒരു ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട അവസരമുണ്ട് അല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് JEE വീര ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ മെയ് 9 ഫ്രൈഡേ 7:30 ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്നവരും എന്തായാലും നിങ്ങൾ ഈ ഒരു ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത്, എങ്ങനെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. സോ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഡ്രീം കോളേജിലേക്ക് നിങ്ങളുടെ ഒരു ചെറിയ ഒരു ഡിസിഷൻ നിങ്ങളെ അവിടത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ ദൂരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ആലോചിക്കുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉറപ്പായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. ആൻഡ് എല്ലാവരുടെയും ഡ്രീം കോളേജിൽ ഡ്രീം ആയിട്ടുള്ള ആ ഒരു സ്ട്രീം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ആക്ഷൻസ് നിങ്ങളിൽ നിന്നും തുടക്കം കുറിക്കുക. ഓക്കെ, താങ്ക് യു.